നമസ്കാരം, ഞാൻ ഗീത, അംഗൻവാടി ടീച്ചറാണ്. നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ തീമെന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ്. പഴങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. ആകൃതിയിലും നിറത്തിലും ഗുണത്തിലും മണത്തിലും രുചിയിലും എല്ലാം പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. പുളിപ്പുള്ള പഴം, മധുരമുള്ള പഴം, മണമുള്ള പഴം, മണമില്ലാത്ത പഴം, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ, നമ്മൾ കൃഷി ചെയ്തെടുക്കാൻ, നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന പഴങ്ങൾ, കടയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങൾ, ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് പോയിട്ട് ഈ പഴങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ചിത്രങ്ങളും കൂടെ കാണിച്ചു കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വില കൊടുത്ത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിത്രങ്ങൾ. അപ്പോൾ അതിനേക്കാളും നമ്മുടെ കൈകൊണ്ട് വരച്ച ചിത്രങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷം അവർക്കുണ്ടാവും. ആ ചിത്രങ്ങൾ തന്നെ അവർക്ക് വരച്ച് പഠിക്കാനും നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന 2-3 പഴങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ഓറഞ്ചിൻ്റെ പടം, ഓറഞ്ച് നിറത്തിലെ പഴം എങ്ങനെയാണെന്ന് വരയ്ക്കാം. ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് വെച്ച് ഒരു റൗണ്ട് വരയ്ക്കാം. വരച്ചിട്ട് ആ റൗണ്ടിൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു വളവ് കൊടുക്കാം. അതുപോലെ താഴെ അറ്റത്തും ഒരു വളവ് കൊടുക്കാം. മുകളിലോട്ട് ഒരു കൊന്നിട്ട് അതിനിങ്ങനെ പതിനൊന്ന് പോലെ ഇട്ടാൽ ഇതിൽ ഓറഞ്ച് നിറം കൊടുത്താൽ ഇതുപോലെ ഓറഞ്ച് നിറത്തിൻ്റെ പേരിലുള്ള ഒരേ ഒരു പഴമാണ് ഓറഞ്ച്. ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ആ കുപ്പിയുടെ അടപ്പ് തന്നെ വെച്ച് അടുത്ത് ഒരു റൗണ്ട് വരയ്ക്കും. വരച്ച് നേരത്തെ വരച്ചതുപോലെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. ഈ പഴത്തിൻ്റെ അറ്റത്ത് ഉണ്ടോ ഇങ്ങനെ ചെറിയ വളവ് വളച്ച് ഈ നടുക്കുള്ള ലൈനെ അങ്ങ് മാച്ച് കളയുമ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് ഒരു 11 പോലെ വരച്ച് ഇങ്ങനെ നീളത്തിനൊരു വരയും കൊടുത്ത് ഇതിപ്പോൾ എന്തായി ഒരു മാങ്ങയായി. ഈ മാങ്ങ നമുക്ക് മക്കൾക്ക് നിറം അടിക്കാനും കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നിറം അടിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് നല്ല ഒരു മാങ്ങയാണ്. അടുത്ത് നമ്മുടെ സ്കെയിലെടുത്ത് ഒരു ചതുരം വരയ്ക്കാം. അതാണ് വലിയ ഷേപ്പൊന്നും വേണ്ട, വലിയ സമചതുരമൊന്നും അല്ല, ഒരു ചതുരം. ചതുരം വരച്ച് ആ ചതുരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ്, അതുപോലെ ഈ താഴെറ്റത്തും ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വിട്ടാൽ നമ്മൾ ഈ ഉള്ളിലേക്ക് വരയ്ക്കുന്നത് പോലെ യോജിപ്പിച്ചിട്ട് ഒരു 11 പോലെ രണ്ട് അതിൻ്റെ കൂടുതൽ കണ്ട് വരയ്ക്കുക. മുകളിൽ നിന്ന് അതുപോലെ ഒരു കണ്ട് വരച്ചിട്ട് ചെറുതായി വളച്ചും കൂടെ ഒന്ന് കൊടുക്കും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ഈ ചതുരത്തിൽ നിന്ന് ഒരു വെളിയിലോട്ട് ഒരു ചെറിയൊരു ലൈൻ കൂടെ കൊടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് മാറ്റി ഇത് ഒരു പൈനാപ്പിളായി. ഇതിനെ നമുക്ക് നിറം കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പൈനാപ്പിളായിട്ട് ഇതുപോലെ നിറം അടിച്ച് നമുക്ക് കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ അടുത്ത് നമ്മൾ നേരത്തെ എടുത്ത കുപ്പിയുടെ അടപ്പോ ഇതിൽ ചെറുത് വേണമെങ്കിൽ എടുക്കാം. എടുത്ത് നേരത്തെ വരച്ചതുപോലെ പോലെ ഒരു വട്ടം വരയ്ക്കുക. വരച്ചിട്ട് അതിൻ്റെ ആ വൃത്തത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ. ഇതെന്ത് പഴമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പഴങ്ങളാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള പഴമാണ്. ഇതിനാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഇടയ്ക്ക് വരുന്ന ഈ സംഭവത്തിന് ഇത്രയേ ഉള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് വരയ്ക്കാൻ ഇതുപോലെ നല്ല ഒരു എളുപ്പമില്ല. കണ്ടോ, നല്ല കളറും കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പഴമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് നമുക്ക് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു വി വരയ്ക്കാം. വി ഈ വിയെ തന്നെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഷേപ്പൊന്നും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ വീല് ഇവിടെ നമുക്ക് പച്ച കളർ കൊടുക്കാം, ഇവിടെ റെഡ് കളർ കൊടുക്കാം, ഇങ്ങനെ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ആക്കാം. ഇത് ഒരു തണ്ണിമത്തൻ മുറിച്ച കഷ്ണമാണ്. തണ്ണിമത്തൻ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗമാണ് ഇത്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവർക്ക് പെട്ടെന്നത് വരച്ച് പഠിക്കാനും പറ്റും. എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് കട്ടായി പോയി. അതാണ് ഇത്രയും നാൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അടുത്തും നമുക്കൊരു ബി വരയ്ക്കാം. ബി വരച്ചിട്ട് അതിനെ യോജിപ്പിക്കുകയൊന്നും വേണ്ട, അതിൽ ഓരോ സീറോ കൊടുക്കാം. കണ്ടോ, ഓരോ കുഞ്ഞു കുഞ്ഞു സീറോകൾ, കുഞ്ഞു കുഞ്ഞു സീറോകൾ കൊടുത്ത് ഇത് വരയ്ക്കാൻ ഇത്തിരി പ്രയാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തണ്ട്, ചെടിയുടെ ഒരു തണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഇത് ഗ്രേപ്സ് ആണ്. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള ആ വി വരച്ച അതിനെ ഒന്ന് മായ്ച്ച് കളയുമ്പോൾ നല്ല ഗ്രേപ്സ് ആയി. കളറടിച്ച് നമുക്കത് കാണിച്ചും കൊടുക്കാം, നമുക്ക് ഹാൻഡ് ഡ്രൈയിലും പറ്റും. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ അടപ്പ് തന്നെ എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ച് മാറ്റിയതിന് ശേഷം നേരത്തെ പോലെ ഇവിടെ ഒരു മൂട്ടിലൊരു ഷേപ്പ് കൊടുക്കുക. അതുപോലെ ഒരു ഷേപ്പ് താഴ്ഭാഗത്തും കൊടുക്കുക. കണ്ട് വരച്ച് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ ഈ പകത്തിന് മാറ്റി കളഞ്ഞ് ഇതിനൊരു റെഡ് കളർ കൊടുക്കുമ്പോൾ ഇത് ആപ്പിളായി. ഇതൊക്കെ നമ്മൾ വളരെ പ്രയാസമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അടുത്തതായി നമ്മുടെ ആ കുപ്പിയുടെ അടപ്പെടുത്ത് വെച്ച് അടുത്ത റൗണ്ട് വരയ്ക്കുക. ഈ റൗണ്ടിൻ്റെ നടുക്കിൽ നിന്ന് ചരിച്ച് ഉണ്ടോ, ചരിച്ചൊരു വരവെടുക്കുക. ഒരു ഉണ്ടോ കൊടുത്തിട്ട് ഈ വരയെ തമ്മിൽ മുകളിലോട്ടാക്കി യോജിപ്പിച്ച് ഇവിടെ ചെറുതായിട്ട് നീളത്തിന് ഒരു ദീർഘചതുരം പോലെ വരച്ച് അതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. യോജിപ്പിച്ച് ഈ മൂട് വശം ഇതിൻ്റെ അറ്റം ഇങ്ങനെ യോജിപ്പിച്ചു. കണ്ടോ, ബാക്കി ഭാഗമെല്ലാം മാറ്റി. ബാക്കി ഭാഗമെല്ലാം മാറ്റുക. ഇതാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്ന വാഴപ്പഴമാണ് ഞാൻ വരച്ചത്. കണ്ടോ, ഇതിന് മഞ്ഞ കളറും രണ്ട് ഭാഗത്ത് ഞാൻ ദീർഘചതുരമായിട്ട് വരച്ചെടുത്ത് പച്ചയും പഴത്തിൻ്റെ അറ്റത്ത് കറുത്ത കളറും കൊടുത്താൽ നല്ല വാഴപ്പഴമായി.
അടുത്തതായിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് ഒരു ദീർഘചതുരം വരയ്ക്കുക. ദീർഘചതുരം വരയ്ക്കുക. ഈ ദീർഘചതുരം വരച്ചിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തുനിന്ന് കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ ചരിച്ച് കണ്ട എന്നിട്ട് ഈ താഴ്ഭാഗവും ഒന്ന് അതിനൊന്ന് യോജിപ്പിക്കും. ബാക്കി ഭാഗം നോക്കുമ്പോൾ എന്താകും നമുക്ക് നോക്കാം. ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ആ ദീർഘചതുരം നമ്മൾ ചതുരം വരച്ചില്ലേ, ആ ഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമുക്ക് ഏറ്റവും പോഷക ഗുണമുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരു പൈസയും കൊടുക്കാതെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ഫ്രൂട്ട്സാണിത്. പച്ചയായിട്ട് ഉപയോഗിക്കും, കറി വെച്ച് പച്ചയ്ക്ക് ഉപയോഗിക്കും, പഴം ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു പഴമാണ് ഇത് പപ്പായ. വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ്. നമ്മളെല്ലാം പ്രയാസമൊന്നും വിചാരിച്ച് ഇരിക്കരുത്, ഇതെല്ലാവരും വരച്ച് ശ്രമിക്കണം. അടുത്ത് ഒരു പടവും കൂടെ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഇത്ര വലിയ അടപ്പെടുത്തില്ല, നമുക്ക് കുഞ്ഞ് പടങ്ങൾ മതിയെങ്കിൽ ഇങ്ങനെ ഒരു വളയോ ചെറിയ കുപ്പിയുടെ അടപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ വളയിട്ട് ഉണ്ടോ ഒരു വൃത്തം വരയ്ക്കുക. ആ വൃത്തത്തിൻ്റെ അടുത്ത് മധ്യഭാഗത്തുനിന്ന് ഉണ്ടോ ഇങ്ങനെ ഇവിടെ നമുക്ക് ബാക്കി ഭാഗത്തിന് നമുക്ക് അയച്ചു ഒന്ന് എന്ത് പടം നമ്മൾ വരച്ചാലും ഷേപ്പാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക തടി വരും. ഇതാണ് സ്ട്രോബെറി. കണ്ടോ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴമാണ് കുഞ്ഞുമക്കൾക്ക്, അവരുടെ സ്ട്രോബെറിയാണിത്. ഇതും നമുക്ക് വരച്ച് കാണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് ഒരു വൃത്തവും കൂടെ വരച്ച് കണ്ടോ മൂട്ടിലോട്ട് എൻ്റെ വൃത്തത്തിൻ്റെ മൂട്ടിലിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. നമ്മൾ മുകളിലോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ഷേപ്പ് കൊടുത്തതെങ്കിൽ ഇത് മുകളിലോട്ടും വരയ്ക്കാം, താഴ്ഭാഗത്തും വരയ്ക്കാം. എങ്ങനെ വേണോ ഇത് വരയ്ക്കാം. ചെറിയൊരു ഷേപ്പ് കൂടെ കൊടുത്തിട്ട് ഉണ്ടോ നല്ല പഴത്തിൻ്റെ ഒരു തണ്ടും കൂടെ. ഇതിന് റെഡ് കളർ അടിക്കുമ്പോൾ റെഡ് കളറും ഇതിനൊരു ബ്രൗൺ കളറും കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ഒന്നാം തരം ഒരു മാതളമായി ഉണ്ടോ. അപ്പോൾ ഈ പഴങ്ങളെല്ലാം വരച്ച് എല്ലാ ടീച്ചേഴ്സും എല്ലാ അമ്മമാരും വരച്ച് അവരവരുടെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കാണിച്ചു കൊടുക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.